ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നിപ്പോൾ വെനസ്ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വെനസ്ഡേയിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളയപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ തലേദിവസം തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പൈസൊക്കെ വിട്ട് ഒരുവിധമായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ക്ലീൻ ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതി. തേങ്ങ വറുത്തരച്ചാണ് ചിക്കൻ കറി റെഡിയാക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് മസാലകളുണ്ടല്ലോ, കറുവാപ്പട്ട, ഗ്രാമ്പൂ, 2 ഏലക്കായ അതൊക്കെ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. തേങ്ങ കളറൊന്നും മാറേണ്ട കാര്യമില്ല. എന്നിട്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് മസാലകൾ മൂപ്പിക്കുന്ന സമയത്ത് പെരുംജീരകവും കുരുമുളക് പൊടി ആ സമയത്ത് മുഴുവനോടുകൾ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കുരുമുളക് പൊടിയും പെരുംജീരകം പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് മുഴുവനേ ഉള്ളത് ഫസ്റ്റ് ഓയിലിൽ മസാലകളൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പെരുംജീരകവും കുരുമുളകും ഇട്ട് കൊടുത്ത് അതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ പൊടിയായതുകൊണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. ഇനി അത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ കറിയിലേക്ക് ഞാൻ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ ഓയിലിലേക്ക് പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പരിപ്പ് കറിക്ക് വേണ്ടിയുള്ള പരിപ്പൊന്ന് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സവാള വഴറ്റിയതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ സോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ കളറൊക്കെ മാറിയിട്ട് ചെറിയൊരു ബ്രൗണിഷ് കളർ പുറമെ വരണം കേട്ടോ. തേങ്ങ വറുത്തത് തണുത്തതിന് ശേഷം ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കിയാൽ മതി. അതുവരെ നമ്മൾ നന്നായിട്ട് കണ്ടോ ഇതേപോലെ വഴറ്റിയെടുക്കണം. അതിനുശേഷം അരപ്പ് ഞാൻ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ ഞാനിപ്പോൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ആ അരപ്പിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ നെയ്ച്ചോറാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനുള്ള അരി എടുത്തിട്ടുണ്ട്. ആ ഒരു കപ്പ് ഉണ്ടല്ലോ, അതിൽ ഒരു ഫുള്ള് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്താൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആ പരിപ്പിലേക്കുള്ള തേങ്ങയാണ് കേട്ടോ അരച്ചെടുത്തത്. അതായത് 2-3 കഷ്ണം ചെറിയ ഉള്ളിയും 2-3 ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ക്യാരറ്റ് 2 ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് മസാലയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അധികം മസാല ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. 2 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു അത്രേ ചേർത്തിട്ടുള്ളൂ. ഇനി പെരുംജീരകമൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് സവാളയും ക്യാരറ്റൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അപ്പോൾ അത് തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഉപ്പിടുന്ന സമയത്ത്
വെള്ളത്തിന് നല്ല ഉപ്പ് മുന്നിട്ട് നിൽക്കണം കേട്ടോ, എന്നാലാണ് ചോറ് വെന്ത് വരുമ്പോഴത്തേക്കും കറക്റ്റ് ഉപ്പാവുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കനും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വെള്ളയപ്പം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അരിയിട്ട്. അപ്പോൾ അരിയും വെള്ളം കൂടി തിളച്ച് സെയിം ലെവലിലെത്തുമ്പോഴാണ് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നല്ല അടിപൊളി നെയ്ച്ചോറിന് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ മോൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ മോൾക്ക് പോകാനുള്ള സമയമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാം റെഡിയായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ആ പരിപ്പൊന്ന് താളിച്ചെടുക്കണം. പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അങ്ങനെ മോള് പോയി. പിന്നെ ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പച്ചക്കറികളും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. അതുപോലെ ഫില്ല് ചെയ്ത് വെക്കാനുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുണ്ട്. അതായത് നാളത്തേക്ക് വേണ്ടിയിട്ട്. നാളെ ഇപ്പോൾ ഞാൻ ഇഡ്ഡലിയും സാമ്പാറാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള അരിയും ഉഴുന്നും ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഒരു ഈവനിങ്ങിലേക്ക് അരച്ച് വെക്കുള്ളൂ. പിന്നെ സാമ്പാറിന് വേണ്ടിയുള്ള കഷ്ണം ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് അവിയലും രാവിലത്തെ സാമ്പാർ ഉണ്ടാവും. പിന്നെ കൂടെ തന്നെ അവിയലും പിന്നെ പാവക്ക വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പാവക്ക ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ പാവക്ക ഒന്ന് മെഴുക്ക് പുരട്ടാണ്ട്. അപ്പോൾ അതിനുള്ളത് കട്ട് ചെയ്ത് വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കുന്നത്. ഇനിയിപ്പോൾ കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് മോരുകറിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ളത് വേറൊരു ടിന്നിലാക്കി അങ്ങനെ വെക്കാണ് കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ മത്തങ്ങ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് ഞാൻ 2-3 കഷ്ണം സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുഴമ്പ് രൂപത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പയറൊക്കെ ഇട്ട് വെക്കുള്ളൂ, വൻപയറോ അല്ലെങ്കിൽ ചെറുപയറൊക്കെ ഇട്ട് അങ്ങനെ വെക്കുമല്ലോ, തേങ്ങയൊക്കെ ഇട്ട് കുഴമ്പനാക്കിയിട്ട് അതുപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാക്കി മത്തങ്ങ വേറൊരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സാമ്പാറിലേക്കുള്ള ഇതിലേക്ക് ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. സാമ്പാറിലേക്ക് ഞാൻ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ. കഷ്ണങ്ങൾ നമ്മൾ അധികം ഇട്ട് കഴിഞ്ഞാൽ വേസ്റ്റ് ആവും, അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. പിന്നെ അവിയലിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ വേറെ ടിന്നിലാക്കിയിട്ട് വെക്കാണ്. അതുപോലെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അവിയലിന് വേണ്ടിയിട്ട്. പിന്നെ പച്ചക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചക്കായ 2-3 കഷ്ണം സാമ്പാറിൻ്റെ ടിന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പച്ചക്കായും വഴുതനങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കറുത്തു പോലോ. അതുപോലെ പൊട്ടറ്റോയൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് വഴുതനങ്ങയാണ്. അത് ഞാൻ 2-3 കഷ്ണം സാമ്പാറിൻ്റെ ടിന്നിലേക്കും പിന്നെ അവിയലിന് വേണ്ടിയിട്ടും ഒരെണ്ണം ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെണ്ടയ്ക്ക ഞാനിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല, അത് ഞാൻ വേറെ മാറ്റി വെക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ പയർ എടുത്തിട്ടുണ്ട്. 2 പയർ കട്ട് ചെയ്തിട്ട് സാമ്പാറിൻ്റെ ടിന്നിലേക്കും ബാക്കി ഞാൻ അവിയലിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിയൽ ഞങ്ങൾക്ക് പയർ കൂടുതലുള്ളത് ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് 2 ടിന്നിലാക്കിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വലിയ ടിന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരുമിച്ച് വെക്കാം. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് 2 ടിന്നാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കേണ്ടത് ഒരു ടിന്നിലേക്കും ബാക്കിയുള്ള വേറെ മറ്റേ ടിന്നിലേക്കും അങ്ങനെ വെച്ചാലും മതി. അപ്പോൾ ഞാനത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ പാവയ്ക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വെയിലുള്ള സമയത്തേക്ക് ഇത് ഉണക്കി ടിന്നിലാക്കി വെക്കലുണ്ട്, ലഞ്ച് ബോക്സിന് കൊടുത്തിടാൻ വേണ്ടിയിട്ട്. മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത്. ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കും. ഇപ്പോൾ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതിപ്പോൾ മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്കത് കുരു കളഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ കളഞ്ഞെടുക്കാം. ഞാനിപ്പോൾ കുരുവൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 2-3 സ്പൂണ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ വിനീഗറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പും അല്പം വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാളത്തേക്ക് മാത്രമുള്ളതാണ് കേട്ടോ ഞാൻ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇത് ഞാൻ പാവക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ നല്ല നേരിയതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഒരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ട്. നാളത്തേക്ക് ഇപ്പോൾ അവിയലും പാവക്ക മെഴുക്കുവരട്ടിയും പാവക്ക ഫ്രൈയും മാത്രമേ എടുക്കുകയുള്ളൂ. ഇതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്, മോരുകറിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ. പിന്നെ ഞാൻ കറിവേപ്പില, മല്ലിയിലേക്ക് അതും ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയൊക്കെ ഞാൻ കൊത്തിയെടുത്തത് ഫ്രീസറിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. 3 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന് എന്ന രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈവനിങ്ങിൽ അരച്ചെടുക്കുള്ളൂ. പിന്നെ 1 സ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാങ്ങ ഇരിപ്പുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാനിത് പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അറേബ്യൻ മാംഗോ പുഡിങ് ഉണ്ടല്ലോ, ബ്രെഡ് പുഡിങ്, അതാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ 1 മാങ്ങ മാത്രം എടുത്തിട്ട് അത്യാവശ്യം നല്ല വലിയ മാങ്ങയാണ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് 1/2 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഫ്രഷ് ക്രീം വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ജാറിലുള്ള മാങ്ങയിലേക്ക് 1 കപ്പ് പാൽ കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അത്യാവശ്യം ലൂസാക്കി എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച 1/2 കപ്പ് മാങ്ങ ഉണ്ടല്ലോ, അതോടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് നമ്മൾ ബ്രെഡ് പീസ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 4 സൈഡും കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പാലൊഴിച്ചിട്ട് അടിച്ചെടുത്ത് ലൂസാക്കി എടുത്തില്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ക്രീമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ എല്ലാ സ്ഥലത്തേക്കും ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറമെ പിന്നെയും ബ്രെഡ് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ പിന്നെയും അതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെയർ കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് എൻ്റെ പുറമെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഫസ്റ്റ് നമ്മൾ അടിച്ചെടുത്തതിൽ നിന്ന് ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് പിസ്ത നട്ട്സ് ബദാം എന്തെങ്കിലും അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടും ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ മാങ്ങയുടെ പൾപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ഗാർണിഷിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് തലേദിവസം ഉണ്ടാക്കിയിട്ട് ഓവർനൈറ്റ് വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ഈ ഒരു വൈകിട്ടൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി പുഡിംഗ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഈസിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പുഡിംഗ് ഒക്കെ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിംഗ് ആണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഈവനിങ്ങിൽ കട്ട് ചെയ്തപ്പോൾ ഇത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.